ഇടതുപക്ഷത്തെയും BJP MLA-മാരെയും ഒരുപോലെ വാരിയെടുത്ത് നിലത്തടിച്ചിരിക്കുകയാണ് കേരള മുഖ്യമന്ത്രി. ഉപദേശമൊക്കെ നല്ലത് തന്നെയാണ് വർമ്മ സാറേ, പക്ഷെ ഉപദേശിക്കുന്നതിന് മുമ്പ് ഉപദേശിക്കാനുള്ള ആ ഒരു അർഹത അവർക്കുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കൊരു വീഡിയോ ആദ്യം കാണാം. ഇനി വേറൊരു കാര്യം, മദ്യത്തിന്റെ വ്യാപനം അരുത്. കാര്യം ഈ സർക്കാർ നിങ്ങൾ നമ്മളോട് ഉപദേശിക്കുകയാണ്, മദ്യം വ്യാപിപ്പിക്കും. ഇവിടെ 28 ബാറുണ്ടായിരുന്നു ശ്രീ പിണറായി വിജയൻ 2016 മുഖ്യമന്ത്രിയാവുമ്പോൾ. ഇപ്പൊ കേരളത്തിലെ ബാറിന്റെ എണ്ണത്ര 900 ചില്ലാൻ ബാറായി. കാരണം മദ്യവ്യാപനം തടയാൻ വേണ്ടിയിട്ട് 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറായിട്ട് വർദ്ധിപ്പിച്ചു. ബീവറേജ് കോർപ്പറേഷന്റെ അല്ലല്ല അതെന്താ അറിയോ, ഇപ്പോഴത്തെ ബാറിൽ കൂൾ ഡ്രിങ്ക്സ് ആണ് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? 28 ബാറിൽ നിന്ന് 900 ചില്ലാൻ ബാറാക്കി കേരളത്തിൽ മദ്യം ഒഴുക്കിയ ഒരു സർക്കാരിന്റെ പ്രതിനിധികൾ വന്ന് ഞങ്ങൾക്ക് ഉപദേശം നൽകുകയാണ്. മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വ്യാപിപ്പിക്കരുത്, മദ്യം വിഷമാണ്, മദ്യം വിഷമാണ്. ഇതൊക്കെ ഞങ്ങൾ ഇതിന്ന് അങ്ങനെയൊന്നും പറയാത്തതാണ്. പക്ഷേ എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലേ മറുപടി കൊടുക്കേണ്ടത്, അല്ലേ? എത്ര കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരോടൊക്കെ എത്ര പ്രാവശ്യം മേടിച്ചു എന്നാണ് ചോദിക്കേണ്ടത്. ഞാൻ ചോദിക്കില്ല എന്നും, ഞാൻ ചോദിക്കില്ല. കേട്ടില്ലേ? ഉപദേശമൊക്കെ നല്ലതാണ്, പക്ഷെ അത് കൊടുക്കാനുള്ള ക്വാളിറ്റിയും ഈ ഉപദേശിക്കുന്നവർക്ക് ഉണ്ടാവണം. മദ്യത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല, കാരണം മദ്യം വിഷമാണ്, മദ്യം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിലും വലിയ മറുപടി ഇനി അവർക്ക് ലഭിക്കാനുമില്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ്. ചരിത്രപരമായിട്ടുള്ള ഒരു തോൽവിയാണ് നിങ്ങൾ തോറ്റിട്ടുള്ളത്. അപ്പോൾ അതിന്റെ കാരണം എന്തുകൊണ്ട് തോറ്റു അത് ആദ്യം കണ്ടുപിടിക്കും. ഇനി നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. അങ്ങനെ അസ്വസ്ഥനാവുന്നത് അങ്ങിരിക്കും, ഞാൻ അങ്ങക്ക് വഴങ്ങാന്ന്, ഞാൻ അങ്ങക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങായിരിക്കോ? ഞാൻ വഴങ്ങാം. അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right. No, to interrupt. No. ശാന്തായിട്ടിരിക്കപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. You have no right. You have no. അതെ, അത് ന്യായമാണ്. ഇങ്ങനല്ല നേരിടേണ്ടത്. കടക്കുപുറത്ത് അതാണ് സാധനം. നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേക്കോ, അങ്ങ് ശാന്തമായി കേക്കോ. സാധാരണ അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. വിയോജിപ്പുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളെതിരല്ല. ഏത് ഗവൺമെന്റും ആ ഗവൺമെന്റ് നയം വിശദമാക്കണമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ സംസാരിക്കേണ്ടത്. അതിനെയൊന്നും ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്ന ഒരു സ്ഥിതിയെ വിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അത് CAG റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറയാനാണ് അദ്ദേഹം നോക്കിയത്. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. അങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. അതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് വെർബാറ്റം ഞാൻ പറയാം. യു ഡോണ്ട് റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. ഇന്ററപ്റ്റ് ചെയ്യാൻ കേക്കോ അദ്ദേഹത്തിന് 90 മിനിറ്റ് ആ ഗവൺമെന്റിനുള്ള ആ 90 മിനിറ്റിനകത്ത് നിന്ന് അദ്ദേഹം സംസാരിക്കുകയാണ്. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ദയവായിട്ട് അത് കേൾക്കൂ. മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടരും. സാർ, ഞാൻ വളരെ കൃത്യമായിട്ട് എന്താ ചെയ്യാ, സ്പീക്കറും തൂക്കി മുഖ്യമന്ത്രിയും തൂക്കി. സ്പീക്കർ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ്, അവിടെ ഗവൺമെന്റ് അവരുടെ കാര്യങ്ങൾ പോളിസീസ് വ്യക്തമാക്കുകയാണ്. അപ്പോൾ അവിടെ ഇന്ററപ്റ്റ് ചെയ്യരുത്. പക്ഷെ ഇവർ കൂടെ ഇന്ററപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം മുഖ്യമന്ത്രി ഗവൺമെന്റ് പോളിസീസ് അവിടെ അവതരിപ്പിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. സാർ, ഇവിടെ ബഹുമാനപ്പെട്ട BJP-യുടെ കക്ഷി നേതാവ് സംസാരിച്ചപ്പോ മറുപടി പറയണമല്ലോ. അസംബ്ലിയിലെ റെക്കോർഡിൽ കിടക്കാണ്.
എടാ ബഹുമാനപ്പെട്ട BJP അതാണ് നിങ്ങളല്ല നേതാവ് ഇവിടെ പ്രസംഗിച്ചപ്പോ നമ്മുടെ സുഹൃത്താണ് അദ്ദേഹം പറഞ്ഞു 63 സീറ്റുമായിട്ട് കോൺഗ്രസ് വന്നിരിക്കുകയാണ് അധികാരത്തിൽ. 63 സീറ്റ്. ഇത് തമ്മിത്തല്ലി പിളരും, പുതിയ കേരള കോൺഗ്രസ് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. ശരി, 3 നേതാക്കന്മാരാണ് നിങ്ങൾ ജയിച്ചു വന്നത്. നിങ്ങൾ 3 പേരും തമ്മിൽ നല്ല യോജിപ്പാണല്ലോ അല്ലേ? 2 സീനിയർ നേതാക്കന്മാര് ഒരാള് 2ാമത്തെ ബെഞ്ചിലും ഒരാള് 3ാമത്തെ ബെഞ്ചിലും ഇരുത്തിയിട്ടാണ് അങ്ങ് വന്ന് മുൻസീറ്റിലിരിക്കുന്നത്. ഭയങ്കര യോജിപ്പായതുകൊണ്ടാണല്ലോ, ആണല്ലോ. യെസ്, ഇത്രയും വലിയ ഊക്ക് ഇനി അവർക്ക് കിട്ടാനില്ല. എന്നാ ഒരു ഊക്കുന്നേനെ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താൻ പോകുന്നതിന് മുൻപ് നമ്മളെ തിരിച്ചു കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്, അതും അതേ നാണയത്തിൽ തിരിച്ചു കുറ്റപ്പെടുത്താൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അത് പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിണ്ടാതെ ഒരു മൂലയിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ ആളാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. എനിക്ക് ഈ കോൺഗ്രസ് ഗവൺമെന്റിന്റെ ചില പോളിസീസ്, പ്രത്യേകിച്ചും ഈ ഫ്രീ ആയിട്ടുള്ള ബസ്, KSRTC ബസ്, അതായത് പ്രിയദർശിനി സ്കീം, അതൊന്നുമായിട്ട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. അതായത് പ്രിയദർശിനി സ്കീമൊക്കെ നല്ലത് തന്നെയാണ്, ഫ്രീ ആയിട്ട് ബസ് റൈഡ് ഒക്കെ കൊടുക്കണം. പക്ഷെ അത് എല്ലാ സ്ത്രീകൾക്കുമല്ല, ആവശ്യമുള്ള ആളുകൾക്ക്, അതായത് ആരാണോ എലിജിബിൾ, ആർക്കാണോ അത്യാവശ്യം അവർക്ക് കൊടുക്കുക. അല്ലാതെ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പാർട്ടി വെച്ചിട്ട് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകരുത്. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയണം. ഇനി ചീത്ത കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം. അത് എന്റെ പാർട്ടിയാണല്ലോ, അപ്പൊ ഞാൻ എങ്ങനെ അത് കുറ്റപ്പെടുത്താം? അതല്ല, നമ്മൾ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയുകയും ശരിയാണെങ്കിൽ അത് ഏത് പാർട്ടി ആയിരുന്നാലും ശരി ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പകുതി പ്രശ്നവും തീരും. അല്ലാതെ ഈ പാർട്ടി എന്നും പറഞ്ഞ് നടക്കുമ്പോഴാണ് തെറ്റ് കണ്ടു കഴിഞ്ഞാലും നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ആ പാർട്ടിയാണ്, അപ്പൊ ഞങ്ങൾ എങ്ങനെ കുറ്റപ്പെടുത്തുക? അപ്പോൾ അതൊക്കെ മാറ്റിവെക്കുക. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയുക, ചീത്ത കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്നും ചൂണ്ടിക്കാണിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായി നല്ല സന്തോഷത്തോടെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാം.